ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ വീണ്ടും യാത്ര തുടരുകയാണ്. പരുന്തുംപാറയിൽ നിന്നും പളനിയിലേക്ക് വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ അവിടെ നിന്നും ഇറങ്ങി കുറച്ച് മെയിൻ റോഡിലേക്ക് കയറി വണ്ടിപ്പെരിയാർ കുമളി റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മൾ കൊല്ലം തേനി ദേശീയപാത വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളുടെ ലക്ഷ്യം കുമളിയിലേക്കാണ്. കുമളി വഴിയാണ് നമ്മൾ അങ്ങോട്ട് പളനിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പോകുന്ന വശങ്ങളിലുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായ ഭംഗിയുള്ള കാഴ്ചകളാണ്. തേയിലത്തോട്ടങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ടാറ്റ ടീയൊക്കെ ഇവിടെ കണ്ടായിരുന്നു. അതിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ നേരിട്ട് അവിടുന്ന് തേയില വാങ്ങിക്കാൻ പറ്റും. ഈ തേയിലത്തോട്ടങ്ങളുടെ അടുത്തുകൂടി പോകുമ്പോൾ നല്ല ഭംഗിയാണ്. ആ ഭാഗങ്ങൾ കാണാനൊക്കെ നല്ല രസമാണ്. ആ തേയിലയുടെ മുകൾ ഭാഗം, ചെടിയുടെ മുകൾ ഭാഗം ഇങ്ങനെ വെട്ടി നിർത്തിയിരിക്കുന്നത് ഇങ്ങനെ തട്ടായിട്ട് പോകുന്നത് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ താഴ്ചയാണ്. ഒരു സൈഡ് നല്ല താഴ്ചയാണ്, ഒരു സൈഡ് നല്ല പൊക്കത്തോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. മലയാണ് ഒരു സൈഡിൽ. ഇങ്ങനെ നല്ല റോഡാണ്, പക്ഷേ ഒരുപാട് വളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂക്ഷിച്ച് പോകണം. അധികം ഓവർ സ്പീഡിലൊന്നും പോകാൻ പറ്റത്തില്ല. പോയി കഴിഞ്ഞാൽ നല്ല അപകടം ഉണ്ടാകും. താഴ്ചയിലോട്ടൊക്കെ മറിയാനും സാധ്യതയുണ്ട്. ഈ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ച് പോവുക. ഒരു സൈഡിൽ നല്ല താഴ്ചയാണ്, കണ്ടില്ലേ? നല്ല ഭംഗിയാണ് ഇതുവഴി പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. നമ്മുടെ ഈ തമിഴ്നാട് കേരള ബോർഡർ എന്ന് പറഞ്ഞാൽ കുമളിയാണ്. കുമളി ടൗണൊക്കെ ആയിട്ട് കുറേ നല്ലൊരു ടൗണാണ്. അവിടെ കൂടുതലും തമിഴ് ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. അവിടെ വരും. തമിഴ്നാട്ടിൽ നിന്ന് ബസ് സർവീസൊക്കെ ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പോകുന്ന ബസ്സുകളുണ്ട്. അവിടുന്ന് വന്നിട്ട് എപ്പോഴും ഇതിൻ്റെ ബോർഡറാണിത്. കുമളി അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. കുറേ ബോർഡറുകളുണ്ടല്ലോ. അപ്പോൾ ഇടുക്കി ജില്ലയിലൊരു പ്രധാന ബോർഡറാണിത്. ഒരുപാട് ലോറികളൊക്കെ, ഈ ചരക്ക് ലോറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഉപയോഗിക്കുന്ന ഒരു പാതയാണിത്. ഇങ്ങനെ നമ്മൾ കുമളി ടൗണൊക്കെ പിന്നിട്ട് മുന്നോട്ട് പോവാണ്. നമ്മളിനി മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയ വനം പോലുള്ള സ്ഥലമാണ്. ഇരുവശങ്ങളിലും അവിടെ കയറെ കുരങ്ങുകളൊക്കെ കാണാം. നമുക്ക് ഇഷ്ടംപോലെ കുരങ്ങുകളുണ്ട് ആ സൈഡിലൊക്കെ. ബോർഡറിൽ കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. രണ്ട് വശങ്ങളിലും കുറച്ച് വനം പോലുള്ള സ്ഥലങ്ങളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഇനി നമ്മളൊരു താഴ്ചയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഒരു പൊക്കത്തുനിന്ന് താഴ്ചയിലോട്ട് കണ്ടില്ലേ? തമിഴ്നാട് ബസ്സൊക്കെ വന്ന് ഇവിടെ കിടപ്പുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് എപ്പോഴും ബസ്സുണ്ട്. ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോകും. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ വലിയ പരിശോധനയൊന്നുമില്ലെന്ന് തോന്നുന്നു. ഈ ലോറികളൊക്കെ അങ്ങോട്ട് വരുമ്പോഴാണ് പരിശോധിക്കുന്നത്. ഇവിടെ എല്ലാം കുറേ കുരങ്ങുകളെ കാണാൻ പറ്റും. ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മളൊന്ന് ചാടി വരും. കയ്യിലുണ്ടെങ്കിൽ പഴങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊണ്ടേ കൊടുക്കാം. അവിടുന്ന് ഒരുപാട് ഈ പാറ പൊട്ടിച്ചതും മണ്ണും ഒക്കെ കയറ്റിക്കൊണ്ട് ഇഷ്ടംപോലെ ലോറികൾ വരുന്നുണ്ട്. ആ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കയറി. അവിടെയൊക്കെ എന്തെങ്കിലും വിലക്കുറവായിരിക്കും. അപ്പോൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഇഷ്ടംപോലെ. കണ്ടില്ലേ? ഒരു സൈഡിൽ താഴ്ചയും അതൊക്കെയാണ്. നമ്മളാണ്ട് ഈ ഇറങ്ങിപ്പോകുന്ന ഭാഗത്താണ് ഈ മുല്ലപ്പെരിയാറിൽ നിന്നും
മുല്ലപ്പെരിയാറില്ലേ, നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം, ഫേമസ് ഡാമല്ലേ. അപ്പോൾ ആ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് ലൈൻ കാണാൻ പറ്റും ഇതുവഴി. ഇങ്ങനെ വേലിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് താഴ്ചയിലോട്ട് പോകുന്നതാണ് ഈ ഭാഗത്തോടെ പോകുമ്പോഴാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ ഈ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ കേരളം വലിയ പൊക്കത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. തമിഴ്നാട് ഒരു താഴ്ന്ന പ്രദേശമാണ്. നമ്മളൊരു മലയുടെ മുകളിൽ നിന്നില്ലേ അവിടെ ഇറങ്ങി പോകുന്നത്. താഴ്ചയിലോട്ട് അങ്ങോട്ട് ചെന്നിറങ്ങുന്ന കാണാൻ നല്ല രസമാണ്. തമിഴ്നാട്ടിലേക്ക് നമ്മൾ കയറി. തമിഴ്നാട് വണ്ടികളൊക്കെ കണ്ടില്ലേ, തമിഴ്നാട്ടിലോട്ടൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാരാണ് ഇഷ്ടംപോലെ. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് വന്നിറങ്ങിയിരിക്കുകയാണ്. കണ്ടില്ലേ റോഡുകൾ കിടക്കുന്നത്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇങ്ങനെ വെറുതെ കിടക്കുക. അതുകൊണ്ട് നല്ല വീതിയുള്ള റോഡുകളൊക്കെ പണിയാൻ പറ്റുക. അങ്ങുഞ്ഞൊക്കെ ഓരോ വീടുകൾ കാണാം. എല്ലാവരും കൂടുതൽ ഈ ടൗണുകൾ കേന്ദ്രീകരിച്ചാൽ താമസിക്കുന്ന എല്ലാവരും ഇവിടെ. ഇങ്ങനെ പോകുന്ന ഭാഗത്തെല്ലാം ഒരു സൈഡിൽ വലിയൊരു മല പോലെ കാണാം. പിന്നെ കൃഷികളാണ്. കണ്ടില്ലേ കൃഷി. തമിഴ്നാട്ടുകാരെ കണ്ടു പഠിക്കണമല്ല. മൊത്തം കൃഷി ചെയ്താണ് ജീവിതം. അവർ നേരം മുളക്കുമ്പോൾ ഇറങ്ങും. വെളുപ്പിനെ ഇറങ്ങി ഉച്ച വരെ ജോലി ഇടത്ത് പോയി കിടന്ന് ജോലി ചെയ്യും. ഇങ്ങനെ പോകുന്ന വഴിക്ക് തെങ്ങുകളൊക്കെ കാണാം ഇഷ്ടംപോലെ. നമ്മുടെ കേരളത്തിൽ പോലും കാണത്തില്ല ഇതേപോലെ തെങ്ങ്. തേങ്ങ എല്ലാം അവിടെ നിന്ന് ഇഷ്ടംപോലെ ഉണ്ട്. വെളിച്ചെണ്ണ ഈ നമ്മുടെ അടുത്തൊക്കെ ഉള്ള ചില വെളിച്ചെണ്ണ കമ്പനിക്കാരുണ്ട്. അവരൊക്കെ ഈ തമിഴ്നാട്ടിൽ പോയാൽ വെളിച്ചെണ്ണ കൊണ്ടുവന്ന് ഇവിടെ പാക്ക് ചെയ്ത് വിൽക്കുന്നത്. അവിടെ ഇഷ്ടംപോലെ ഇതേപോലെ തെങ്ങും തോട്ടങ്ങളുണ്ട്. അതിനകത്തുനിന്ന് തേങ്ങ കിട്ടും. ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വെള്ളമില്ല. എറിയാൻ അറിയാവുന്നതിന് വടി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞവർക്ക് കൃഷി ചെയ്യാൻ അറിയാവുന്നേ അവർക്ക്. പക്ഷെ എന്ത് ചെയ്യാനാ, അവർക്ക് വെള്ളമില്ലാത്തതാണ് മെയിൻ പ്രശ്നം. നമ്മളെ കേരളവും കർണാടകയായിട്ടൊക്കെ എപ്പോഴും നിരന്തരം വഴക്കല്ലേ അവർ വെള്ളത്തിന് വേണ്ടി. നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് കൊണ്ടുപോകുന്നതും അതുപോലെ കാവേരി ജലതർക്കവും എല്ലാം പ്രശ്നം. അവർക്ക് വെള്ളത്തിൻ്റെയാണ് മെയിൻ പ്രശ്നം. നമ്മൾ ഈ ലോറി കണ്ടോ, അത് പണ്ട് ഞാൻ കൊച്ചുനാളോടെ പാണ്ടി ലോറി, പാണ്ടി തമിഴ്നാട്ടിലെ ലോറി. നല്ല റോഡാണ്. നമ്മുടെ കേരളത്തിന് കണക്കുള്ള തിരക്കൊന്നുമില്ല ഇവിടെ. ടൗണുകളിൽ ചെല്ലുമ്പോഴുള്ള തിരക്ക് അടിച്ച് കത്തിച്ച് വിടാൻ പറ്റും. റോഡ് കൊല്ലം തേനി ദേശീയപാതയാണിത്. കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ ആലോരി പാതയാണ്. കണ്ടില്ലേ നമ്മളൊരു വീട് പോലും അങ്ങും ഇങ്ങൊക്കെയാണ് കാണുന്നത്. ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇങ്ങനെ കിടക്കുക വെറുതെ. ഇവർക്കൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ നല്ല കൃഷി ചെയ്യാൻ പറ്റും ഇഷ്ടംപോലെ. നമ്മളിങ്ങനെ കാല് കൊടുത്ത് വരുമ്പോഴായിരിക്കും നടക്കൊണ്ടുവന്ന് അവരെല്ലാം സ്പീഡ് ബ്രേക്കർ സാധനം വെച്ചിരിക്കുന്നത്. രണ്ട് വശത്തും കാണും. അവിടെ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ അടുത്ത് വരുമ്പോഴായിരിക്കും കാണുന്നത്. ദൂരെ നിന്ന് കൊണ്ടിടിച്ച് കയറ്റാതിരിക്കണം. പക്ഷേ ഇതേപോലെ കിടക്കുന്ന റോഡിലൊക്കെ വെക്കാതിരിക്കാമല്ലേ. തിരക്കൊന്നും ഇല്ലല്ലോ ഇവിടെ. തിരക്കുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും വെക്കുക. ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാതൊക്കെ പോയി കഴിഞ്ഞാൽ കൊണ്ടിടിച്ച് കയറ്റും. വൈകുന്നേരമായി വരുവാണ്. നമ്മൾ പോകുന്ന ഒരു ചായ കുടിക്കാമെന്ന ഒരു ഉദ്ദേശമുണ്ട്. കുറേ നേരമായിട്ട് നോക്കുന്നുണ്ട്. കടകളൊക്കെ ഇങ്ങനെ കാണുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ എത്ര ചായക്കടകളാണ്.
അങ്ങനെ ഒരു കട കണ്ടു. ഭയങ്കര തിരക്കാണ് അവിടെ. വലിയ ഈ ഇതേപോലുള്ള ചെറിയ കച്ചവടം എന്ന് വെച്ചാൽ ഈ കടി, ചായയും കടിയും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കടയിൽ. അത് പലതരം സാധനങ്ങളുണ്ട്. നമ്മുടെ ഈ വടയും ബോണ്ട അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ ഊത്തപ്പം, പഴംപൊരി അങ്ങനെ പല പല സാധനങ്ങളുണ്ട്. നമ്മളത് വാങ്ങിച്ച് കഴിച്ചു. വലിയ പൈസ ഒന്നുമില്ല. ഭയങ്കര തിരക്കുണ്ട് അവിടെ കേട്ടോ, ഒരുപാട് പേര്. പിന്നെ അടുത്തൊരു കോളേജൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് പിള്ളേരും സാറുമാരൊക്കെ വന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ അത് കുടിച്ചിട്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. തമിഴ്നാട്ടിലെ ചായ കുടിക്കാൻ രസമാണ്. ചെറിയൊരു ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഒഴിച്ചിട്ട് അതിൻ്റെ മേളിൽ ഇച്ചിരി കടുപ്പവും. ചിലരൊക്കെ 2-3 ചായയൊക്കെ മേടിച്ച് കുടിക്കും. വീണ്ടും ചായ കുടിച്ച് ഇറങ്ങി യാത്ര തുടരുകയാണ്. നേരം ഇരുട്ടിത്തുടങ്ങി. 2 വശത്തും തണൽ മരങ്ങളൊക്കെയുണ്ട്. ഇത് എത്ര വെയിലായാലും നമ്മൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നല്ല തണലായിരിക്കും. അവിടുത്തെ വണ്ടികളൊക്കെ നമ്മളെയൊക്കെ ഓവർടേക്ക് ചെയ്ത് അടിച്ച് പറത്തിയാണ് പോകുന്നത്. ഒരു ലക്കിലൊന്നുമില്ലൊക്കെ പോവുക. ഇതിലെ കൂടെയൊക്കെ രാത്രി പോകുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ലോറിക്കാരന്മാരൊക്കെ കൊണ്ട് ചാമ്പും. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയി ഒരുപാട് പേര് അപകടത്തിൽപ്പെടുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പൂപ്പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മുന്തിരിപ്പാടങ്ങൾ. ഞങ്ങളവിടെ നിർത്തി വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സമയമില്ല. ഇന്ന് തന്നെ അങ്ങ് ചെല്ലണ്ടായോ രാത്രി. നമ്മൾ വലിയ സ്പീഡിലും അല്ല പോകുന്നത്, പതുക്കെ സൂക്ഷിച്ച് പതുക്കെ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലായിടത്തും നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ 2 ദിവസമൊക്കെ എടുത്ത് പോകണം എല്ലായിടത്തും ഇറങ്ങി. റോഡിങ്ങനെ അനന്തമായിട്ട് കിടക്കുക, അതിവിശാലമായി യാത്ര ചെയ്യാൻ പറ്റും. ഇതുണ്ടോ ലോറിയിൽ യാത്രക്കാർ എവിടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പോവാണെന്ന് തോന്നുന്നവർ എല്ലാവരും ഉണ്ട്. സ്ത്രീകളും എല്ലാവരും കൂടെ ലോറിയിൽ യാത്ര ചെയ്തു പോകും. എവിടെയെങ്കിലും കൃഷിയിടങ്ങളിലോ മറ്റ് കമ്പനികളിലൊക്കെ ജോലിക്ക് പോയിട്ട് തിരിച്ച് വീട്ടുകളിൽ പോവായിരിക്കും. ഇടയ്ക്ക് കുറച്ച് സ്ഥലത്ത് ഒരു ഇരുട്ട് പോലെ കണ്ട്, ഈ മഴയുടെ വല്ലതായിരിക്കും. വണ്ടികളൊക്കെ ലൈറ്റൊക്കെ ഇട്ട് വന്ന് ഇന്ത്യയുടെ കൂടെ ചെറിയ വെട്ടമുണ്ട്. അതെ, ഇങ്ങനെ റോഡ് മാത്രം കാണിക്കുന്നത് നിങ്ങൾക്ക് ബോറായിരിക്കും. കണ്ടുകൊണ്ടിരിക്കുന്നവർ ബോറടിക്കുന്നതായിരിക്കും. വെറുതെ കാണാം. വഴിയൊക്കെ പോയിട്ടില്ലാത്തവരൊക്കെ കാണുമല്ലോ. റോഡും സ്ഥലങ്ങളൊക്കെ കാണാം. തമിഴ്നാട്ടിലെ റോഡുകളും അന്തരീക്ഷങ്ങളൊക്കെ വശങ്ങളിലെ കാഴ്ചകളൊക്കെ കാണാമെന്ന് കരുതി വെറുതെ കിട്ടുന്നേ ഉള്ളൂ. ചിലർക്ക് ഇത് കാണാൻ ബോറടിക്കുമായിരിക്കും.
പമ്പ് കണ്ട് ഒന്ന് പെട്രോൾ അടിക്കാൻ ചൊല്ലി വണ്ടി സർവീസ് റോഡിൽ കയറ്റിയ ഇവിടുത്തെ പെട്രോളിൻ്റെ റേറ്റിംഗ് ഉണ്ടോ നോക്കട്ടെ. ഇതാണ് ഇവിടുത്തെ റേറ്റ് പെട്രോളിൻ്റെ. നമ്മുടെ നാട്ടിലൊക്കെയാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് കയറാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ പളനിയുടെ ആ ഭാഗത്ത് എത്തിയപ്പോഴത്തേക്ക് ഒരുത്തൻ ഓടി വന്നിട്ട് ഒരു റെസിപ്റ്റ് കൊണ്ടുവന്നിട്ട് പറഞ്ഞ് ഇവിടെ എൻട്രി ഫീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതെന്തോ ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ കയറാൻ വേണ്ടി പൈസ കൊടുക്കണം പറഞ്ഞ് ഒരു ബില്ല് എഴുതാന്ന്. നമ്മളെന്തോ കാര്യങ്ങളൊക്കെ തിരക്കി. പിന്നെ അവന്മാരായിട്ടൊക്കെ വഴക്കിടാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ച് അതങ്ങ് കൊടുത്തു. വഴക്കിട്ട് കഴിഞ്ഞാൽ ചിലപ്പം പേടിക്കാതെ പോകുമായിരിക്കും. അത് കഴിഞ്ഞ് നമ്മളവിടെ റൂം കണ്ടോ, നമ്മളെ റൂമൊക്കെ എടുത്തതിനകത്ത് ഒരു കഥയൊക്കെ ഉണ്ട്. നല്ല റൂമാണ്. അവർ 2500 രൂപ വേണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ അത്രയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ 1500 രൂപയ്ക്കാണ്. ഇതിൻ്റെ റൂമിൻ്റെ എടുക്കണമെന്ന് പറഞ്ഞ് ഒരുത്തൻ നമ്മളെ ആ ഞാൻ പറഞ്ഞില്ലേ എൻട്രി ഫീസ് മേടിച്ചെന്ന്, അവിടെ തൊട്ടേ ബൈക്കിൽ കാറിൻ്റെ പുറകെ ഇങ്ങനെ വരുക. നമ്മളെവിടെയെങ്കിലും ഒന്ന് ഒതുക്കുമ്പോൾ ഓടി വന്ന് നമ്മുടെ മുമ്പിൽ വീഴും. ഞാൻ കാണിച്ചു തരാം അവിടെ റൂമുണ്ടെന്ന്. അങ്ങനെ നമ്മൾ ഇങ്ങനെ നിന്ന് അവിടെ നോക്കി വന്ന് അവൻ തന്നെ കാണിച്ചു തന്ന റൂം എടുത്തവന്. അവൻ പറഞ്ഞ എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ വന്നേ. പക്ഷേ പിന്നെ 100 രൂപ അവൻ അവിടെ ഇരിക്കുക പോകുന്നില്ല. നമ്മളെ റൂമൊക്കെ കാണിച്ച് തന്നിട്ട് പോയില്ല. അതിന് 100 രൂപ കൊടുത്തപ്പോൾ എന്തോന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ അതേ ഉള്ളൂ, നിങ്ങളൊന്നും വേണ്ടതെന്നെ പറഞ്ഞത്. എല്ലാം കൊള്ളയാണ്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവന്മാർ എന്തോന്നറിയാൻ വയ്യ, മലയാളികളെ കാണുമ്പോഴേ ചാടിയും കൊള്ളും. നമ്മൾ അവിടെ ചെന്നെല്ലാം വെച്ച് രാത്രിയിൽ അവിടെയൊക്കെ ഒന്ന് കറങ്ങിയ ശേഷം പിറ്റേന്ന് രാവിലെ നമ്മുടെ കുട്ടിയുടെ മുടി കളഞ്ഞ്
വെളുപ്പിന് എഴുന്നേറ്റ് പോയി മുടിയും കളഞ്ഞ് കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ കയറി തൊഴുതിറങ്ങി. ക്ഷേത്രത്തിലോട്ട് ഇപ്പോൾ നമുക്ക് ഈ ഫോണും കൊണ്ട് പോകാനൊക്കത്തില്ല കേട്ടോ. അവർ ഫോണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ കയറ്റി വിടത്തില്ല. അവിടെ മുകളിലൊക്കെ ഫോൺ യൂസ് ചെയ്യാനും പറ്റത്തില്ല. അവിടെ കൊണ്ടുപോയി അവർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഫോൺ സൂക്ഷിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഫോൺ എടുത്തില്ല. അങ്ങോട്ട് വിളിച്ചു കയറി തൊഴുതിന് ശേഷം ഇറങ്ങി വന്നിട്ട് ഇവിടെ എല്ലാം ചുറ്റി കിടന്ന് കണ്ട് ഫുഡ് ഇറങ്ങിയിട്ടാണ് നമ്മൾ മസാല ദോശ മേടിച്ച് കഴിച്ചു. അപ്പുറത്തൊരു കടയിൽ പോയി. ഇത് ക്ഷേത്രത്തിൻ്റെ മുൻവശമുള്ള സ്ഥലങ്ങളാണ്. ഇതൊക്കെ ക്ഷേത്രത്തിലൂടെ പോകുന്ന വഴിയും. ഇവിടെ ഇങ്ങനെയാണ് മുടി കളയാൻ വേണ്ടി കുറേ ആൾക്കാർ പോകുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ. ഇടിച്ചു പറയും. അവിടെ ചെന്ന് കഴിഞ്ഞാലേ നമ്മളെ മലയാളികളൊക്കെ കണ്ടു കഴിഞ്ഞാലേ ചാടി വീഴും. ഈ ബൈക്കിലൊക്കെ ചുറ്റി കിടക്കുന്നില്ലേ അവന്മാർക്കവിടെ ഹെൽമെറ്റും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് തോന്നുന്നു. പോലീസൊക്കെ നിൽപ്പുണ്ട് അതിൻ്റെ മുമ്പിൽ കൂടെ അവന്മാർ പോകുന്നത്. അവന്മാർ ഇങ്ങനെ നോക്കി നിൽക്കുക ആരെങ്കിലും വരുന്നോന്ന്. കേരള രജിസ്ട്രേഷൻ കാറ് കണ്ടു കഴിഞ്ഞാലേ ചാടിയാൻ വീഴും. റൂം വേണമെന്നും പറഞ്ഞ് ചാടിയാൻ വീഴും. മലയാളികളൊക്കെ എങ്ങനെയൊക്കെ അവന്മാരെങ്ങനെ പോയാലും നല്ല പൈസ ഉണ്ടാക്കും ഒരു ദിവസം. പിന്നെ ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക്. കച്ചവടക്കാരും തുണിക്കച്ചവടങ്ങളും ഫ്രൂട്ട്സുകൾ, പേരയ്ക്ക, അത് എല്ലാം ഉണ്ട്. കൊണ്ട് കിടന്ന് കച്ചവടം. മലയാളികൾ ഒരുപാട് പേര് വരുന്നുണ്ട് അവിടെ കേട്ടോ. നമ്മൾ ക്ഷേത്രത്തിലൂടെയൊക്കെ നമ്മൾ കയറുന്ന ഭാഗത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം കച്ചവടക്കാരാണ്. ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട്. നമ്മുടെ ഫ്രണ്ട് ബോർഡൊക്കെ കണ്ടില്ലേ. നമ്മൾ സ്റ്റെപ്പെല്ലാം കയറി കുഴഞ്ഞ് തിരിച്ച് ഞങ്ങളിലെ ട്രെയിനകത്ത് ഇറങ്ങി ഇങ്ങോട്ട് കേട്ടോ. പേടി അതിനകത്ത് കയറി വരാനായിട്ട്. നല്ല റോപ്പിനകത്ത് കിടന്ന് കറങ്ങിയാണ് ട്രെയിൻ താഴോട്ട് ഇറങ്ങി വരുന്നത്. പക്ഷേ ഫോൺ കൊണ്ടുവരുന്ന ഒരു വീഡിയോ ഒക്കെ എടുക്കാമായിരുന്നു. മരണം കണ്ട് നമ്മൾ ആദ്യമേ ഒരു ഫോണുമായിട്ട് പോയപ്പോഴത്തേക്ക് അവർ കണ്ട് അവിടെ കയറുന്നിടത്ത് പോലീസ് പോകണ്ടായിരുന്നു. അവർ തടഞ്ഞ്. പിന്നെ അവരോട് തർക്കിക്കാനൊന്നും പോയില്ല, കൊണ്ടുവച്ച്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ അനുഭവങ്ങളും ഇതൊക്കെയാണ്. കഴിയുമെങ്കിൽ നമ്മൾ നേരത്തെ റൂം ബുക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അവന്മാരുടെ ശല്യം വരത്തില്ലെന്ന് തോന്നുന്നു. അവിടോട്ട് നേരെ പോയാൽ മതി. നമ്മൾ കണ്ടുപിടിക്കാനുള്ള അവന്മാരുടെ ശല്യം. ഓക്കെ.